بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث محمد بن إسماعيل البخاري رضي الله عنه حدثنا إسماعيل بن عبد الله قال حدثني إبراهيم بن سعد عن صالح عن ابن شهاب عن عبيد الله بن عبد الله بن عتبة بن مسعود أن عبد الله بن عباس رضي الله عنهما وعنهم أخبره أن رسول الله صلى الله عليه وسلم بعث بكتابه رجلا وأمره أن يدفعه إلى عظيم البحرين فدفعه عظيم البحرين إلى كسرى فلما كراه مزقه فحسبت أن ابن المسيب قال فدعا عليهم رسول الله صلى الله عليه وسلم أن يمزقوا كل ممزق. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുഖാരി ഹദീസ് തഹമ്മുല് ചെയ്യുന്ന ഒരു ഉസ്താദിൻ്റെ വക്കൽ നിന്ന് ഹദീസ് ഏറ്റെടുക്കുന്ന, പഠിക്കുന്ന, റിവായത്ത് ചെയ്യാനുള്ള യോഗ്യത നേടുന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ബാബു മാ യുദ്കറു ഫിൽ മുനാവലത്തി വ കിതാബി അഹ്ലിൽ ഇൽമി ഇലാ ബിൽ ഇൽമി ഇലൽ ബുൽദാൻ. അതിലാണ് പറയുന്ന ഹദീസാണിത്. ഈ ഹദീസിലെ റാവിമാർ എല്ലാവരും മുമ്പ് ചർച്ച ചെയ്ത് പെട്ടവരാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവർ. അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഖ്ബറഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ അവരുടെ ശിഷ്യനായ ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാഹ് എന്നവരോട് പറഞ്ഞു, വിവരം പറഞ്ഞു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഅസ ബികിതാബിഹി, നബി തങ്ങൾ നബിയുടെ എഴുത്തുമായി അയച്ചു, റജുല, ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആണത്. വഅമറഹു, ആ റജുലിനോട് റസൂലുള്ളാഹി കൽപ്പിക്കുകയും ചെയ്തു, അയ്യദ്ഫഅഹു, ആ കിതാബിനെ, എഴുത്തിനെ, നൽകലിനെ, ഇലാ അളീമിൽ ബഹ്റൈൻ, ബഹ്റൈനിലെ നേതാവിലേക്ക്. ഫദഫഅഹു, അങ്ങനെ ആ എഴുത്തിനെ, ആ കിതാബിനെ അളീമുൽ ബഹ്റൈനി കൊടുത്തു. ഫദഫഅഹു അളീമുൽ ബഹ്റൈനി, അളീമുൽ ബഹ്റൈനി ആ എഴുത്തിനെ കൊടുത്തു. ഇലാ കിസ്റ, കിസ്റ രാജാവിലേക്ക് കൊടുത്തു. ഫലമ്മാ ഖറഅഹു, കിസ്റ രാജാവ് ആ നബി തങ്ങളെ കിതാബിനെ വായിച്ചപ്പോൾ മസ്സഖഹു, അതിനെ പിച്ചിച്ചീന്തി. ഫഹസിബ്തു അന്ന ഇബ്നുൽ മുസയ്യിബി, ഇബ്നുൽ മുസയ്യിബ് റാവികളിൽപ്പെട്ട ഒരാളാണ് ഇബ്നുൽ മുസയ്യിബ്. ഫഹസിബ്തു അന്ന ഇബ്നുൽ മുസയ്യിബി ഖാല, ഇമാം സുഹരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് ഇബ്നുൽ മുസയ്യിബ്. അവരെ പറ്റി തൊട്ട് ഇബ്നു ശിഹാബാണ് സുഹരി. അവർ പറയാണ്, നമ്മൾ പറഞ്ഞ സനദിലുള്ളത് അൻ ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉത്ബത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അഖ്ബറഹു അന്ന റസൂലല്ലാഹി, ആ പറഞ്ഞ ഹദീസ് മസ്സഫ ഖറാഹു മസ്സഖഹു വരേക്കും തീർന്നു. ഫലമ്മാ ഖറാഹു മസ്സഖഹു വരെ. ഇനി ഇമാം ഇബ്നു ശിഹാബ് സുഹരി പറയാണ്, ഫഹസിബ്തു, അതുവരെ പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ വിചാരിക്കുന്നു, അന്ന ഇബ്നുൽ മുസയ്യിബി, മഹാനായ ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ആയ എൻ്റെ ഉസ്താദ് ഖാല അവർ പറഞ്ഞതായിട്ട്
ഫദഅ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ കിസ്റ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള പിച്ച് ചീന്താൻ കൂട്ടുനിന്നവരുടെ മേലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിരായി ദുആ ചെയ്തു എന്ന് ഇബ്നു മുസയ്യിബ് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അത് ശരി, എൻ്റെ ധാരണ. എങ്ങനെ, എന്തിനു വേണ്ടിയതായിരുന്നു? അയ്യുമസ്സഖു കുല്ല മുമസ്സഖിൻ, എല്ലാവിധ പിച്ച് ചീന്തലും പിച്ച് ചിന്തപ്പെടലിനെ തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ എന്ന് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ഇബ്നു ശിഹാബ് പറയാണ്. അപ്പോൾ ഇബ്നു ശിഹാബിൻ്റെ ഉസ്താദായ ഇബ്നുൽ മുസയ്യബാണ് പറഞ്ഞത് നബി തങ്ങൾ ദുആ ചെയ്തു. ഇബ്നുൽ മുസയ്യബിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ ഒരു സ്വഹാബി വേണം. കാരണം ഇബ്നു മുസയ്യബ് താബിഈയാണ്. ആ താബിഈ ആര് എന്ന് പറയാത്തത് കൊണ്ട് ഫദഅ അലൈഹിം എന്നത് മുർസലാണ്. മുർസൽ ഹുജ്ജത്താണ്. പ്രത്യേകിച്ചും ബുഖാരിയിൽ വന്നാൽ പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് തന്നെ സഹിയായ സംഭവമാണത്. ഇവിടെ ചിന്തിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മളെ ബാവുമായി ബന്ധപ്പെട്ട ഒന്ന്. എഴുത്തുമായി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ചു. ആ കൊടുത്തയച്ച സ്വഹാബി അത് അങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയി അലീമുൽ ബഹ്റൈനിക്ക് കൊടുത്തു. അലീമുൽ ബഹ്റൈനി അത് കിസ്റക്ക് കൊണ്ടുപോയി കൊടുത്തു. അവിടെ കൊടുക്കലുണ്ട്, മുനാവലത്തുണ്ട്. പിന്നെ ആയി കൊടുത്ത ഇൽമിനെ അവർ വായിക്കുന്നുണ്ട്. അത് നബി തങ്ങളതാണ് എന്നുള്ള യാതൊരു സംശയവും അവർക്കില്ല. അവരത് വിശ്വസിക്കുന്നുമുണ്ട്, അത് പറയുന്നുമുണ്ട്. പിന്നെന്താ സംഭവം? അവർ പിച്ച് ചീന്തി അത് നബി തങ്ങളാണെന്ന ഉറപ്പവർക്കുണ്ടായത് കൊണ്ടിട്ടാണ്. അപ്പോൾ നബി തങ്ങളെ കിതാബാണ് എന്നുള്ള വിഷയത്തിലേക്ക് അവർക്ക് വേറെ തെളിവോ കാര്യമോ വന്നിട്ടില്ല. വിശ്വസിക്കാൻ പറ്റുന്ന നബി തങ്ങളുമായി അടുപ്പുള്ള ആളുകളാണ് കത്തുമായി കൊണ്ടുവന്നത് എന്നുള്ളത് മതി. അപ്പോൾ എഴുത്ത് കൊടുക്കലും അതുപോലെ കിതാബ് കൊടുക്കലും ഇത് രണ്ടും ഏതാണ്? തെളിവിന് പറ്റുന്നതാണ് എന്നുള്ളതിക്ക് തെളിവായിട്ടാണ് ഇമാം ബുഖാരി ഇത് കൊണ്ടുവന്നത്. പിന്നെ ഇതിലെ റാവികളിൽപ്പെട്ട നബി തങ്ങൾ എഴുത്ത് കൊടുത്ത ആ റജുല് എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആണ്, സഹ്മി. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൻ അബി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം നബി തങ്ങൾ ദേഷ്യം പിടിച്ചപ്പോൾ ഈ ആളുകൾ അബ്ദുല്ലാഹിയും അവിടെ പിതാവായ ഹുദാഫയും തമ്മിൽ നല്ല ബന്ധം കാണുന്നവർക്ക് വലിയൊരു ഭംഗി തോന്നൂല. ആപ്പി മോൻ തമ്മിലുള്ള സാമ്യം കുറവാണ്. അതിൻ്റെ പേരിൽ അവരെ സംബന്ധിച്ച് സ്വീപ്പാക്കലുണ്ട്, ഉമ്മ അവറ്റെ പറ്റിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തങ്ങൾ ചോദിച്ച് ദേഷ്യം പിടിച്ചിട്ട് മിമ്പർമ കയറി ചോദിച്ചലോനീ എന്ന് പറഞ്ഞു. ചോദിച്ചുകൂടി കേട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഹുദാഫ ചാൻസ് നോക്കിയിട്ട് മൻ അബി എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അബൂക ഹുദാഫ. അവരൊരു ദിവസം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഷാമിൽ വെച്ച് അവരെ യുദ്ധത്തിൽ ബന്ദികളായി കൊണ്ടുപോയി പിടിച്ചു. അങ്ങനെ വലിയ സംഭവമാണ്. അതിൻ്റെ അവസാനം ആ റോമിലെ രാജാവ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു പറഞ്ഞു, ഖബ്ബിൽ റസി ഉത്തല്ലികുക, നീ ഉത്തലിക്കുക, എൻ്റെ തല നീ ചുംബിക്ക്, ഞാൻ എന്നെ വെറുതെ വിട്ടോളാം, മോചിപ്പിച്ചോളാന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറഞ്ഞു, ലാ, നിൻ്റെ തല ചുംബിക്കൂല. അവൻ പറഞ്ഞു മുസ്ലിമീങ്ങളിൽ നിന്ന് നിന്റെ കൂടെ ബന്ദികളായി പിടിക്കപ്പെട്ടവരെയും കൂടി ഞാൻ മോചിപ്പിച്ചോളാം. ഫഖബ്ബല റഅസഹു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഈ റോമിലെ രാജാവിൻ്റെ തല ചുംബിച്ചു. അങ്ങനെ ആ രാജാവ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെയും 80 മുസ്ലിം പടയാളികളെയും വിട്ടയച്ചു. ഫകാന സ്വഹാബത്തു യഖൂലൂന ലഹു ഖബ്ബൽത റഅസ ഇൽജിൻ, ഒരു കൊടും ഭീകര കാഫിറിൻ്റെ തല ചുംബിച്ചില്ലേ എന്ന് വെച്ചിട്ട് കളിയാക്കലുണ്ട്. അപ്പോൾ യഖൂലു അത്തിലക്കല്ലാഹു ബിതിൽക്കൽ ഖുബ്ലത്തി 80 അസീറൻ മിനൽ മുസ്ലിമീൻ. എന്താ ചുംബിച്ചാൽ ആ ഒരു ചുംബൽ കാരണമായിട്ട് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള 80
മുസ്ലിം പടയാളികളെ മോചിപ്പിച്ചില്ലേ അല്ലാഹു തആല എന്ന് അവർ മറുപടിയും കൊടുക്കലുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അവർ വഫാത്തായത്. ചരിത്രത്തിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം സുഹരി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിസ്റൻ്റെ പേരിൽ ദുആ ചെയ്തു, മുമസ്സക്കിന് വേണ്ടി ദുആ ചെയ്തു. ഇന്ന് കിസ്റ എന്ന് പറയുന്ന സംഭവം ലോകത്തില്ലാതെയായിട്ടുണ്ട്. അതോടുകൂടെ ഈ പിച്ചിച്ചീൻ്റെ കിസ്റ അയാളുടെ സംഭവം എന്താ? അയാൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി അയാളുടെ ഇഷ്ടപ്പെട്ട വിശ്വസ്തനായ ബാദാൻ എന്ന് പറയുന്ന രാജാവിലേക്ക്, നാട്ടുരാജാവാണ്, അദ്ദേഹത്തിലേക്ക് എഴുതി. വലിയ പടയാളിയുമാണ്. എന്താ? ബലഗനി അന്ന റജുലൻ മിൻ ഖുറൈശി യസ്അമു അന്നഹു നബിയ്യുൻ ഫസിർ ഇലൈഹി ഫസ്തതിബുഹു ഫഇൻ താബ വഇല്ലാ ഫബഅസ് ഇലയ്യ ബിറസിഹി. അറബികളിൽ നിന്നുള്ള ഖുറൈശികളിൽപ്പെട്ട ഒരാൾ നബിയാണെന്ന് വാദിക്കുന്നുണ്ടുള്ള വിവരം കിട്ടുന്നുണ്ട്. കിസ്റ എന്ന ലോകത്തെ ഏറ്റവും വലിയ ആളാണ്. അയാളെ വിശ്വസ്തനായ ബാദാൻ രാജാവിലേക്ക് എഴുതി അയക്കുകയാണ്, ഖുറൈശികളിൽപ്പെട്ട ഒരാൾ നബിയാണെന്ന് വാദിക്കുന്നുണ്ട്, നീ സൈന്യസമേതം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് പോയിട്ട് ഈ പറഞ്ഞ വാദത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറയണം. അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ വെറുതെ വിട്ടോ, അല്ലെങ്കിൽ അവൻ്റെ തല എന്നിലേക്ക് അയക്ക്. ബാദാൻ്റെ ഉള്ളിൽ വിശ്വാസം നബി തങ്ങളെ പറ്റി. ബാദാൻ എന്ത് ചെയ്തു? ഇതേ എഴുത്ത് നബി തങ്ങൾക്കാണ് വിട്ടുകൊടുത്തു. ഇങ്ങനെ ഒരു എഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ എഴുത്തിനക്ക് മറുപടിയായി നബി തങ്ങളെ അയച്ചത് എന്താ? ഇന്നല്ലാഹ വഅദനി ബിഖത്ലി കിസ്റാ ഫി യൗമി കദാ വകദാ മിൻ ശഹരി കദാ വകദാ. എന്നാൽ എൻ്റെ തലെടുക്കാൻ എന്നെ കൊണ്ടും കഴിയൂല, എൻ്റെ വലിയ രാജാവ് കിസ്റനെ കൊണ്ടും കഴിയൂല. അല്ലാഹു തആല എന്നോട് വഅദ ചെയ്തിട്ടുണ്ട്, ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന മാസത്തില്, ഇന്ന ദിവസത്തില് കിസ്റനെ കൊല്ലുമെന്ന് അല്ലാഹു തആല എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കത്ത് ബാദാന് കിട്ടിയപ്പോൾ ബാദാൻ പറഞ്ഞ മറുപടി എന്താ? ഇൻകാന നബിയ്യൻ സയകൂനു മാ ഖാൽ. നബിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുണ്ടാകും. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞ അതേ ദിവസത്തിൽ, അതേ മാസത്തിൽ, അതേ ദിവസത്തിൽ ബാദാന്റെ മകൻ രാജാവിൻ്റെ മകൻ രാജാവിനെ കൊന്നു, കിസ്റനെ കൊന്നു. ഈ വിവരം ബാദാൻ അറിഞ്ഞപ്പോൾ അയാളും അയാളോട് കൂടെയുള്ള ആളുകളും മുസ്ലിമായി എന്നുള്ള വാർത്ത നബി തങ്ങളെ അറിയിച്ചു. വലിയ സംഭവങ്ങളാണ് അതെല്ലാം. സീറകൾ നോക്കിയാൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. വബിഹി ഖാലൽ ഇമാമുൽ ഹാഫിളു അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല ഹദ്ദസനാ മുഹമ്മദ് ബിൻ മുഖാതിൽ അബുൽ ഹസൻ قال أخبرنا عبد الله قال أخبرنا شعبة عن قتادة عن أنس بن مالك رضي الله عنهم أنه قال كتب النبي صلى الله عليه وسلم كتابا أو أراد أن يكتب فقيل له إنهم لا يقرؤون كتابا إلا مختوما فاتخذ خاتما من فضة نكسه محمد رسول الله كأني أنظر إلى بياضه في يده فقلت لقتادة من قال نكسه محمد رسول الله قال أنس. ഈ ഹദീസിൽ പറയുന്ന റാവികൾ 5 പേരും ഒന്നാമത്തെ റാവി അബുൽ ഹസൻ മുഹമ്മദ് ബിൻ മുഖാത്തിൽ ബിസിഗത്തിൽ ഫാലി മുഖാത്തിൽ. മഹാനവർകൾ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ബുഖാരിക്കല്ലാതെ ശിഹാബുസിത്തലെ മറ്റ് പണ്ഡിതന്മാർക്കാർക്കും ഈ മുഹമ്മദ് ബിൻ മുഖാത്തിൽ അബുൽ ഹസൻ എന്നവർ ഉസ്താദായിട്ടില്ല. മുഹമ്മദ് ബിൻ മുഖാത്തിൽ എന്നവർ അബ്ദുല്ലാഹി ബിൻ മുബാറക്ക് വക്കീ റളിയല്ലാഹു അൻഹുമാരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അബ്ദുല്ലാഹിൻ മുഖാത്തിരി എന്ന ബുഖാരിയുടെ ഉസ്താദിനെ തൊട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ സുർഅ റളിയല്ലാഹു അൻഹു, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ നസായി റളിയല്ലാഹു അൻഹു നിങ്ങളെല്ലാം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവർ സിക്കത്താണ്, സദൂഖാണ്. വഫാത്ത് നടക്കുന്നത് ഹിജ്റ 226 രണ്ടാമത്തെ ആൾ അബ്ദുല്ലാഹിൻ മുബാറക്ക്, അത് കഴിഞ്ഞു പോയതാണ്. ബാക്കിയുള്ള എല്ലാവരും കഴിഞ്ഞു പോയതാണ്. അവിടെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കതബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതി, കിതാബൻ ഒരു എഴുത്തിനെ എഴുതി, ഔ അറാദ അൻ യക്തുബ അല്ലെങ്കിൽ നബി തങ്ങൾ ഒരു എഴുത്ത് എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഫഖീല ലഹു, അപ്പോൾ നബി തങ്ങളോട് പറയപ്പെട്ടു, ഇന്നഹും ലാ യഖ്റഊന കിതാബൻ ഇല്ലാ മഖ്തൂമാ, ഇന്നഹും തങ്ങൾ എഴുതി കൊടുത്തേക്കാൻ ഉദ്ദേശിക്കുന്ന രാജാക്കന്മാർ അവരൊന്നും ഒരു എഴുത്തിനെ വായിക്കൂല, ഇല്ലാ മഖ്തൂമ, അത് സീൽ ചെയ്യപ്പെട്ടാലല്ലാതെ. കിതാബുകൾ കൊടുത്തയക്കുമ്പോൾ ആ കിതാബുകൾക്ക് എഴുത്തുകൾക്ക് സീൽ ചെയ്യണം. സീലില്ലാത്ത എഴുത്ത് സ്വീകരിക്കൂല. അതങ്ങനെയാണ് അവരുടെ പഴയകാലത്തെ പശ്ചാത്തല സ്വഭാവം അങ്ങനെയാണ്. അത് ആധികാരികത സീൽ കൊണ്ടാണ് ഉണ്ടാകുക എന്നല്ലാതെ വിശ്വസ്തരായ ആളുകൾ മുഖേന എഴുതിയാക്കൽ കൊണ്ട് മാത്രം അവർ അംഗീകരിക്കൂല. ഫത്തഖദ ഖാതമൻ മിൻ ഫിദ്ദ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിനാലുള്ള ഒരു ഖാത്തമുണ്ടാക്കി. നഖ്ശുഹു, ആ ഖാത്തമിൽ എഴുതിയതായ എഴുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നായിരുന്നു. കഅന്നി അൻദുറു ഇലാ ബയാലിഹി ഫി യദിഹി, ആ ഖാത്തം നബി തങ്ങളുടെ കയ്യിൽ ആയ സ്ഥിതിയിൽ അതിൻ്റെ വെള്ളയിലേക്ക് ഞാൻ നോക്കും പോലെയുണ്ട്. ഫഖുൽതു ലി ഖതാദ, ഖതാദ എന്നവരോട് ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഖതാദനോട് ഞാൻ ചോദിച്ചു, മൻ ഖാല നഖ്ശുഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൽ എഴുതി വച്ചിരുന്ന കൊത്തി വച്ചിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ് എന്ന് ആരാണ് പറഞ്ഞത് ഒന്ന് ഞാൻ ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിച്ചു. ഖാല, ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസുൻ, അതിൻ്റെ ഉസ്താദ് അനസ് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഈ ഹദീസുകളിൽ നാം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഒന്നെന്താ? ഒന്ന് നമ്മൾ ആദ്യം ഓതിയതായ മുഅല്ലഖായ ഹദീസ്, ഐസു കതബ ലി അമീരി സരിയത്ത് കിതാബ, ശരീഅത്തിലെ അമീറിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതി കൊടുത്തു. അപ്പോൾ കതബൻ്റെ ഫായിൽ നബിയാണ്, നബി എഴുതി. അതിൻ്റെ ശേഷമുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കാണാം, ബഅസ ബി കിതാബിഹി റജുല, നബിൻ്റെ എഴുത്ത് കൊണ്ട് നബി തങ്ങൾ അയച്ചു. ബി കിതാബിഹി, നബി തങ്ങളെ എഴുത്തുകൊണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് മോദി അവസാനം ഓതി പോകുന്ന ഹദീസ്, ഖതബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ കിതാബ, നബി തങ്ങൾ ഒരു എഴുത്ത് എഴുതി, നബി തങ്ങൾ എഴുതി കിതാബ്, ഒരു കിതാബിന് എഴുതി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയിട്ടുണ്ടോ? നബി തങ്ങൾക്ക് എഴുത്തും വായനയും അറിയുമോ? മനസ്സിലാക്കേണ്ട വിഷയമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നഹ്സുബു, നമ്മൾ ഉമ്മിയായ ഒരു സമൂഹമാണ്. എഴുത്തും വായനയില്ല നക്തതിനർത്ഥം, ഉമ്മിയത്തിൻ്റെ വിശദീകരണം പറയാം, ലാ നക്തുബു, നമുക്ക് എഴുത്തറിയില്ല, വലാ നഹ്സുബു, നമ്മൾ കണക്കൂട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഉമ്മിയീങ്ങളിലേക്ക് റസൂലിനെ അയച്ചു, മിൻഹും അവരിൽ നിന്നുള്ള റസൂലിനെ, ഉമ്മിയ റസൂലിനെ
നബി തങ്ങൾ ഏറ്റവും വലിയ സിഫത്ത് തന്നെ ഉമ്മീയത്താണ്. ഈ ഉമ്മീ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പരിധി, എന്താണ് അതിൻ്റെ അർത്ഥം? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത് വരെ ഒരു പുസ്തകം നോക്കി എഴുതി വെച്ച എന്തെങ്കിലും ഒന്ന് നോക്കി വായിക്കാൻ നബി തങ്ങൾക്ക് അറിയില്ല, നബി പഠിച്ചിട്ടേ ഇല്ല. അത് കണ്ടിട്ടത് എന്തോ ഒരു വരയും കുറിയാണെന്നല്ലാതെ വായിക്കാൻ കിട്ടൂല. ജപ്പാൻ ഭാഷ കണ്ടാൽ അല്ലെങ്കിൽ ചൈന ഭാഷ കണ്ടാൽ നമ്മളെ നാട്ടിലെ സാധാരണ മലയാളം പഠിച്ച ഒരാൾക്ക് വായിക്കാൻ കിട്ടാത്ത മാതിരി അതുപോലെ തങ്ങൾക്ക് അത് കേൾക്കാൻ എന്ത് എഴുത്ത് കണ്ടാലും അറിയുള്ളൂമായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്ത് വായിക്കാനും അറിയില്ല, നബി തങ്ങൾക്ക് അതുപോലെ എഴുതാനും അറിയില്ല. ഒരു നബി തങ്ങൾ എഴുത്ത് വായന അറിയുന്ന പഠിക്കാനുള്ള മേഖലയിലേക്ക് ജീവിതത്തിൽ ശ്രമിച്ചിട്ടേ ഇല്ല. അള്ളാഹു അതിനെ തൊട്ട് നബി തങ്ങൾ കാത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. തങ്ങൾ ഈ വഹി വരുന്നതിൻ്റെ മുമ്പ് ഒരൊറ്റ എഴുത്ത് പോലും തങ്ങൾ വായിച്ചിട്ടില്ല. ഒരൊറ്റ എഴുതാൻ പറ്റിയ സംഗതിയും തങ്ങളുടെ വലം കൈ കൊണ്ട് എഴുതിയിട്ടുമില്ല. ഇതൻ അങ്ങനെ എഴുത്തും വായനയും അറിയുന്ന ഒരാളാണ് തങ്ങൾ എങ്കിൽ ലർതാബൽ മുബ്തിലൂൻ, തങ്ങളെ നിഷേധിക്കുന്ന, തങ്ങളെ അംഗീകരിക്കാത്ത ബാത്തിലുള്ള ആളുകൾക്ക് സംശയം പ്രകടിപ്പിക്കാനും ദുഷ്പ്രചരണം നടത്താനും ഒപ്പാവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അവര് എന്ത് പറയും? അത് നബി തങ്ങള് പഴയ കാലത്തുള്ള വേദങ്ങൾ, കാരണം അതിലുള്ള അതാണല്ലോ പരിശുദ്ധ തൗറാത്ത്, ഇഞ്ചീൽ, അമ്പിയാക്കളുടെ വാർത്തകൾ, കഴിഞ്ഞു പോയ വിഷയങ്ങൾ, വരാനിരിക്കുന്ന വിഷയങ്ങൾ, ഇതിൽ പലതും പഴയ കാലത്തുള്ള തൗറാത്തിലും ഇഞ്ചീലെല്ലാം ഉള്ളതാണ്, സബൂറെല്ലാം ഉള്ളത് തന്നെയാണ്, ഏടുകളിലുള്ളതാണ്. അപ്പോൾ നബി തങ്ങൾ അതെല്ലാം പഠിച്ചുകൊണ്ട് പ്രത്യേകമായ നിലക്ക് ആവർത്തിച്ച് പറയാണ്, ഇതൊന്നും ദൈവികമല്ല എന്ന് നിഷേധിക്കാൻ വകുപ്പാകും. അതില്ലാതിരിക്കാനാണ് തങ്ങളെ എഴുത്തും വായനയും അറിയില്ല എന്ന് അറിയപ്പെട്ട ഒരാളായിട്ട് തങ്ങളെ പഠിച്ചത്. അതൊരു സത്യമാണ്. അപ്പോൾ നുബുവത്തിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല. ഒരു ഗുരുവിനെ വെച്ചുകൊണ്ട് എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. ഒരു ഗുരു മുഖേന എല്ലാതെയും സ്വന്തം യുക്തി കൊണ്ടും പ്രത്യേക ലിപിയോ ഈ പ്രത്യേക എഴുതിനുള്ള ശൈലിയോ നബി തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വെല്ലുവിളിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അതുപോലെ ഏകദേശം ഖുർആനിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എഴുജാസില്ലെങ്കിലും എഴുജാസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമുകൾ, ഹദീസുകൾ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫസീഹായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. അഫ്സഹുൽ ഫുസഹാ റസൂലുള്ളാഹിയാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി തങ്ങളെ ഉയർത്തപ്പെട്ടു. അതാണ് നബി തങ്ങൾക്ക് എന്തോ ഒരു മാസ്മരികത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനുള്ള പ്രധാന തെളിവ് അതാണ്. നബി തങ്ങളെ വലിയ മുഅ്ജിസത്ത് അതാണ്. ഒന്നും അറിയാത്ത നബി അറിയുന്നവർക്ക് അറിയാത്ത കാര്യങ്ങൾ ചൊല്ലുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് സത്യമാണ്. നബി തങ്ങളോട് എഴുത്തും വായനയും അറിയാത്ത ആള് എന്ന് പറഞ്ഞാൽ മദ്ഹാകുന്നത് അങ്ങനെയാണ്. ആ മദ്ഹാകുന്ന എഴുത്തും വായനയും അറിയാത്ത ഒരാള് മറ്റുള്ളവർക്ക് പറയാൻ കഴിയാത്ത ശൈലിയിൽ പറയുക, മറ്റുള്ളവരെ എഴുത്തും വായനയും അറിയുന്നവരെ വെല്ലുവിളിക്കുക എന്നതേ കാര്യങ്ങളൊന്ന് പറഞ്ഞാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നബി തങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി നബി തങ്ങൾ ഉമ്മിയായിട്ടുണ്ട്. എന്നാൽ ഈ പറയൽ തുടങ്ങിയതിൻ്റെ ശേഷം, ഖുർആൻ അവതരിച്ചതിൻ്റെ ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്സഹുൽ ഫുസഹാ ആയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തും വായനയും അറിഞ്ഞിരുന്നോ? ചിന്തിക്കേണ്ട വിഷയമാണ്. കിതാബുകൾ നോക്കിയാൽ നബി തങ്ങൾ എഴുതി. ഇപ്പോൾ 3 ഹദീസുകൾ ബുഖാരിയിൽ നമ്മൾ അടുത്തടുത്തായിട്ട് കണ്ടു. നബി തങ്ങൾ എഴുതി.
വേറെയും സംഭവങ്ങൾ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ വെച്ചിട്ട് അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിളിക്കുക, എഴുതിപ്പിക്കുകയാണ്. മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ മിൻ മുഹമ്മദ് ഇബ്നു അബ്ദിൽ മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട അലി നബി ത്വാലിബ് എഴുതിയപ്പം അവർ പറഞ്ഞു, നീ റസൂലുള്ളാണ് എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ട്, ഞങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ വിമർശിക്കുന്നത്, അതുകൊണ്ടല്ലേ വിശ്വസിക്കാത്തത്, അതുകൊണ്ട് ഈ സന്ധിയിൽ റസൂലുള്ള പറ്റൂല. അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ആ റസൂലുള്ള എന്നുള്ള മാച്ചാള. അലി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ മായ്ക്കൂല. നബി തങ്ങൾ ചോദിച്ചു, എവിടെയാണത്? അലി റളിയല്ലാഹു കാണിച്ചു കൊടുത്തു. റസൂലുള്ള മാറ്റി. റസൂലുള്ള അത് മായ്ച്ചതിൻ്റെ ശേഷം റസൂലുള്ള പറഞ്ഞു, പേന കൊണ്ടാ. ഇത് റസൂലുള്ളാഹി തങ്ങൾ അവിടെ എഴുതി, മിൻ മുഹമ്മദിൻ ഇബ്നു അബ്ദില്ലാഹ്. ചരിത്രമാണത്, മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു മാജന്റെ ഹദീസൊക്കെ കാണാം. ആ ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ കിതാബ വലൈസ യുഹ്സിനു യക്തുബു ഫകതബ ഹാദാ മാ ഖാല അലൈഹി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെച്ചിട്ടുണ്ട്. നബി തങ്ങൾക്ക് എഴുത്ത് അറിയില്ലായിരുന്നു, പക്ഷെ നബി തങ്ങൾ എഴുത്ത് പഠിച്ചിട്ടില്ല, പക്ഷെ നബി തങ്ങൾ എഴുതി. അങ്ങനെ ധാരാളം സംഭവങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്ത് അറിയുന്ന 26 എഴുത്തുകാരുണ്ടായിരുന്നു. ശരിക്കും എഴുത്ത് അറിയുന്ന 26 ആളുകൾ. ആ 26-ൽപ്പെട്ട ഒരാളാണ് ഖുലഫാഉർ റാഷിദീൻ. എല്ലാവരും പെട്ടവർ തന്നെയാണ്. അതിൽപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറയലെന്താ, അലിക്കിദ്ദവാത, ആ മഷിക്കുപ്പിയിൽ പേന മുക്കി എഴുതുമ്പോൾ അതിൻ്റെ തല കേടുവരാതിരിക്കാൻ വേണ്ടി അതിൽ നീ എന്തെങ്കിലും പട്ടുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് ഇടണം, പഞ്ഞി പോലെ വല്ലതും ഇടണം, എന്നെങ്കിൽ അതിൻ്റെ പേനൻ്റെ തല കേടുവരാതെ കൊള്ളൂ. അലിക്കിദ്ദവാത വഹരിഫിൽ ഖലമ, പേനയെ നീ ചരിച്ച് പിടിച്ചോ. എന്ത് പറയും, എന്താ പേനയെ അലിഫിനെ നീ നീട്ടി എഴുതിക്കോ, ബിസ്മിൻ്റെ. അങ്ങനെ ആ ബിസ്മി എഴുതേണ്ട രൂപം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തറിയും എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ അയിമ്മത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫത്തുൽ ബാരിയെ പോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെയുള്ളവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി എന്ന് പറഞ്ഞോർത്ത് അവർ പറയുന്ന വനിസ്ബത്തുൽ കിതാബത്തി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജാസിയത്തുൻ ഐ കതബൽ കാതിബു ബി അംരിഹി. നബി തങ്ങളെ കൽപ്പന പ്രകാരം എഴുത്തുകാരൻ എഴുതി എന്നർത്ഥം വെച്ചാൽ മതി. നബി എഴുതി എന്ന് വെക്കാണ്ട് നബിക്ക് എഴുത്ത് അറിയില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അങ്ങനെയാണ്, ഖുർത്തുബി അങ്ങനെയാണ് പറയുന്നത്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു, നബി ഇമാം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി എന്ന് തന്നെയാണ്. ഇമാം നബവി സഹീഹ് മുസ്ലിമിൻ്റെ ശറഹിൽ പറയുന്നു, ഖാദി ഇയാളുടെ നക്കലായിട്ട് എന്താ, ഇന്ന ഖൗലഹു ഫി റിവായത്തില്ലതി ദകർനഹാ വലാ യുഹ്സിനു യക്തുബു ഫകതബ. ഞാൻ ഇബ്നു മാജന്റെ ഹദീസ് ഓതി. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്ത് അറിയില്ലായിരുന്നു, എന്നിട്ട് നബി തങ്ങൾ എഴുതി എന്ന ഈ ഹദീസ് കന്നസ്സി ഫി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കതബ ബിനഫ്സിഹി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നഫ്സ് കൊണ്ട് തന്നെ എഴുതി എന്ന് എനിക്ക് വ്യക്തമായ നസ്സാണത്. എതിരഭിപ്രായത്തിന് എനിക്ക് ഒരു സാധ്യതയുമില്ല. ഫൽഉദൂലു അൻഹു ഇലാ ഗൈരിഹി മജാസുൻ. അങ്ങനെ എഴുത്തറിയാത്ത നബി തങ്ങൾ എഴുതി എന്ന് പറയുമ്പം അവിടെ നബി എഴുതിച്ച് എന്നതാണ് മജാസ്. അങ്ങനെ മറ്റൊരു മായനയിലേക്ക് മടങ്ങൽ മജാസാണ്. ലാറുറത്തിലേഹി മജാസിലേക്ക് പോവേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ മജാസിലേക്ക് പോണ്? എഴുത്തറിയാത്ത നബി
എഴുതി എന്ന് പറഞ്ഞാൽ നബി അതിൻ്റെ നിങ്ങൾ നബി അറിയില്ലെങ്കിൽ നബി ആളെ വിളിച്ച് എഴുതിച്ചെന്നാ പറഞ്ഞാൽ പോലെ നബി തങ്ങൾക്ക് ഇതുവരെ എഴുത്ത് അറിയില്ലെങ്കിൽ നബി എഴുതി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ആ വാക്ക് തന്നെ നെസ്സാണ് നബി തങ്ങൾ സ്വന്തം എഴുതി എന്നുള്ളതിന്. എന്നിട്ട് പിന്നെ നബി ഇമാം പറയാണ് സുമ്മ ഖാല വഖത്തോല കലാമു ഫിർഖത്തിൻ ഫി ആദിഹിൽ മസ്അല. ഈ മസ്അലയിൽ നല്ലൊരു വിഭാഗത്തിൻ്റെ കലാമ് നീണ്ട് ചർച്ചകൾ നീണ്ടു പോയിട്ടുണ്ട്. വസന്നഅത് കുല്ലു ഫിർഖത്തിൻ അലൽ ഉഖ്റാ ഫി ഹാദാ. ഈ വിഷയത്തിൽ ഓരോരോ പാർട്ടിക്കാരും നബി തങ്ങൾക്ക് എഴുത്ത് അറിയും എന്നൊരു പാർട്ടി, നബി തങ്ങൾക്ക് എഴുത്ത് അറിയില്ല എന്നൊരു പാർട്ടി, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയൽ വ്യാപകമാണ്. അല്ലാഹു തആല അലം. എന്തിനാണ് നബിമാൻ ചോദിക്കുന്നത്? എന്തിനാ? വ്യക്തമായിട്ടൊരു തെളിവ് വരുമ്പോൾ നുബുവത്ത് വരേക്കും എഴുത്തും വായനയും അറിയില്ല എന്നുള്ള വെറൂരിയായ കാര്യമാണ്. പിന്നീട് നബി തങ്ങൾക്ക് അറിയുമെന്ന് വെക്കുന്ന ധാരാളം തെളിവുകൾ ഉണ്ടാവുമ്പോൾ പിന്നെ അറിയില്ല എന്ന് പറഞ്ഞത് ആദ്യകാലത്താണ്, പിന്നീട് അറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് അതിനുള്ളത്. റൂഹുൽ മആനി അതിൻ്റെ അല്ലാമ ആലൂസി ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുത്തും വായനയും വ്യക്തമായി അറിയും എന്ന് പറയുന്ന ആളാണ്. ആലൂസി പറയാണ് അബൂദർ അബ്ദുബ്നു അഹ്മദ് അൽ ഹർവിയു വഅബുൽ ഫത്ഹ് നൈസാബൂരി വഅബുൽ വലീദിൽ ബാജി മിനൽ മഗാരിബ വഅഖാഉ അനി സംനാനി. ഇങ്ങനെ ധാരാളം ഇമാമുകൾ പേര് പറയാണ്. വസന്നഫ ഫീഹി കിതാബ. സംനാനി എന്ന മഹാൻ ഈ വിഷയത്തിൽ കിതാബിന് രചിച്ചിട്ടുണ്ട്. വസബഖഹു ഇലൈഹി ഇബ്നു മുനയ്യ. ഇബ്നു മുനയ്യ എന്നാള് സംനാനിന്റെ മുമ്പ് ഈ വിഷയത്തിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. നബി തങ്ങൾക്ക് എഴുത്ത് അറിയും എന്നുള്ള വിഷയത്തിൽ. വലമ്മാ ഖാല അബുൽ വലീദ് ദാലിക തുഇന ഫീഹി വറുമിയ ബിസ്സന്ദഖ. അബുൽ വലീദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മഗ്രിബാണ്, മൊറോക്കക്കാരനാണ്. അവർ നബി തങ്ങൾക്ക് എഴുത്തറിയുമെന്നുള്ള വിഷയത്തെ വാദിച്ചപ്പോൾ അവർ നിരീശ്വരവാദിയാണെന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. വസുബ്ബ അലൽ മനാബിരി. അവർ മിമ്പർമുകൾ വെച്ച് ആക്ഷേപിക്കപ്പെട്ടു, ചീത്ത പറയപ്പെട്ടു. മൂപ്പര് വിട്ടില്ല. സുമ്മൗഖിദലഹു മജ്ലിസുൻ. പിന്നെ അബുൽ വലീദ് എന്ന് പറയുന്ന മൊറോക്കോ പണ്ഡിതനിക്ക് ഒരു മജ്ലിസ് സ്ഥാപിക്കപ്പെട്ടു, ഒരു മുനാദറിൻ്റെ മജ്ലിസ്. വളരെ വിമർശനം ഉണ്ടായിരുന്നു. മുനാദറിൻ്റെ മജ്ലിസിൽ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുത്തും വായനയും അറിയുമെന്ന് പറഞ്ഞിട്ട് അബുൽ വലീദ് എന്നവർ, എതിർ കക്ഷിയായി അന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാർ വേറെയും. അങ്ങനെ അവരുടെ വാദത്തിനിക്ക് അവർ ധാരാളം തെളിവ് കൊണ്ടുവന്നു. ആ തെളിവ് കൊണ്ടുവന്നതോട് കൂടെ തന്നെ അവരുടെ തെളിവുകൾ ലോകത്തുള്ള പല ഭാഗത്തുള്ള പണ്ഡിതന്മാരിലേക്ക് എഴുതി അയക്കുകയും ചെയ്തു. അങ്ങനെ തെളിവുകളെല്ലാം കണ്ടപ്പം ഫഅജാബു ബിമാ യുവാഫിഖുഹു. അവരോട് യോജിക്കുന്ന നബി തങ്ങൾക്ക് എഴുത്തും വായനയും അറിയുമെന്നുള്ള വിഷയം കൊണ്ട് മറുപടി കൊടുത്തു. ومعرفة الكتاب بعد أميته صلى الله عليه وسلم لا تنافي المعجزة. നബി തങ്ങൾ ആദ്യ ഉമ്മിയായിരുന്നു, ശരി. അതിൻ്റെ ശേഷം പിന്നീട് എഴുത്ത് അറിയ എന്ന് പറയുന്നത് മുഅ്ജിസത്തിനോട് എതിരൊന്നുമില്ല. ബൽ ഹിയ മുഅ്ജിസത്തുൻ ഉഖ്റ. അതും കൂടി നബിൻ്റെ മുഅ്ജിസത്താണ്. നബി തങ്ങൾ കിതാബ്, ഏറ്റവും വലിയ കിതാബ് നബി തങ്ങളാണ് ഓതി കൊടുക്കുന്നത്. അത് ഓതാൻ അറിയുന്ന മാതിരി എഴുതാനും വായിക്കാനും മറ്റുള്ളതും അറിയും. ഖുർആൻ ഓതി കൊടുക്കുന്ന മാതിരി ഖുർആൻ അടക്കം ഖുർആന്റെ ലിപി അത് വലിയ വിഷയമാണ്. നബി തങ്ങളാണ് ഓരോരോ അക്ഷരവും എവിടെ കൊടുക്കണം, എവിടെയാണ് റസ്മുസ്മാനിയിൽ സിയാദത്ത് വേണ്ടത്, എവിടെയാണ് കളയേണ്ടത്, എവിടെയാണ് ഹംസനെ കൂട്ട എഴുതേണ്ടത്, എവിടെയാണ് അലിഫിനെ കളയേണ്ടത്. ഇതാണല്ലോ റസ്മുസ്മാന്റെ പ്രത്യേകത. ഈ പറഞ്ഞ പ്രത്യേകതകൾ ഓരോന്നും റസൂലുള്ളാഹി നിശ്ചയിച്ചു കൊടുത്തതാണ്. അതൊരു മുഅ്ജിസത്താണ്. നബി തങ്ങൾക്ക് എഴുത്തും അറിയും ഒരു പഠിപ്പിക്കുന്ന ആളെടുത്ത് പോവാതെ നബുവത്ത് കിട്ടിയപ്പം എല്ലാം പഠിച്ചു എന്നുള്ളത് നബി തങ്ങളെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് എന്നല്ലാതെ മുഅ്ജിസത്ത് പോകുന്ന കാര്യമല്ല. അങ്ങനെ ഈ വിഷയത്തിൽ ധാരാളം ചർച്ചകളുണ്ട്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലാ.
ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നഅ്സുബു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തേക്ക് വരുമ്പം അന്നത്തെ ഖുറൈശികളുടെ പൊതുവായ അവസ്ഥ അങ്ങനെയാണ് നേർത്തുള്ളൂ എന്നല്ലാതെ ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്ത് ഉമ്മിയായി നിൽക്കണം. ഒരാളും എഴുത്തോ ഒരാളും ഒരു വായനയോ പഠിക്കാൻ പാടില്ല എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത അതാണെന്ന് മനസ്സിലാക്കണ്ട. ഖുർആൻ വന്നതോടുകൂടെ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഫിരീങ്ങളെ ബന്ദികളാക്കി കൊണ്ടുവന്നു. ആ ബന്ദികളാക്കി കൊണ്ടുവന്ന കാഫിറുകൾക്ക് മോചനദ്രവ്യമായി നബി തങ്ങൾ കൊടുത്തത് നിശ്ചയിച്ചത് എന്താ? പണം ഇല്ലാത്തവരോട് പറഞ്ഞാൽ എന്താ? പണം തരാൻ തയ്യാറില്ലാത്തവർ എഴുത്തും വായനയും അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരാളെ മോചിപ്പിക്കാൻ 10 ആളെ എഴുത്തും വായനയും പഠിപ്പിക്കണം. എത്രത്തോളാണ് അതിൻ്റെ ഒരു മുബാലക ചിന്തിച്ചു നോക്കിയാണ്. ഹുരിയത്ത്, അടിമയായി വെക്കപ്പെടേണ്ട വ്യക്തികൾ, യുദ്ധത്തടവുകാർ, ആ യുദ്ധത്തടവുകാർക്ക് അവരുടെ സ്വാതന്ത്ര്യം ലഭിക്കാൻ അവർക്ക് വേണ്ടത് എന്താ? എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ള. അപ്പൊ സ്വാതന്ത്ര്യത്തിന് തുല്യമായ ഒരു സംഗതി ഉണ്ടോ? സാധാരണ ജീവൻ കൊടുത്ത് സ്വാതന്ത്ര്യം വാങ്ങലുണ്ടെങ്കിൽ എഴുത്തും വായനയും പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വാതന്ത്ര്യം നേടിക്കൊള്ളി എന്ന് പറഞ്ഞത്. ഇതിലും വലിയ സംഭവം എന്താ? ആരാ പറഞ്ഞത്? ഉമ്മത്ത് മുഹമ്മദിലേക്ക് ഖിയാമത്ത് നാൾ വരെ എഴുത്തും വായനയും അറിയാൻ പാടില്ല. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ്യ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂല പറഞ്ഞിട്ട് എഴുത്തും വായനയും പ്രോത്സാഹിപ്പിക്കാത്ത മതമാണ് ഇസ്ലാം. ആര് പറഞ്ഞു? നബി തങ്ങൾ പഠിപ്പിച്ചത്. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് എന്നെ നബിയായി അയച്ചത് എന്നാണ് പറഞ്ഞ അർത്ഥമുള്ളത്. അവരെ പുനരുദ്ധരിക്കാൻ അവരിലേക്ക് നബി തങ്ങൾ അയച്ചു കൊടുത്തത് കിതാബാണ്. ഇത് ഓതാണ് അവിടെ കൽപ്പിച്ചിട്ടുള്ളത്. ഖുർആനിലെ ആദ്യത്തെ വചനം തന്നെ ഇഖ്റ. മുമ്പതിൻ്റെ തുടക്കത്തിൽ നമ്മൾക്ക് ബുഖാരി തുടങ്ങിയ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ ഹദീസ് വിശദീകരിക്കുമ്പം പറയല് ഇഖ്റ എന്ന് പറയാൻ നോക്കി വായിക്കൂ എന്നാണ്. അപ്പം എന്താണ് നോക്കി വായിക്കേണ്ടത്? നബി അലൈഹി സ്വലാം വന്നപ്പം എഴുത്തുമായായിരുന്നു, കിതാബും കൊണ്ടായിരുന്നു വന്നിരുന്നത്. അതെന്നോട് എൻ്റെ പല സുഹൃത്തുക്കൾ നമ്മളെ കിതാബ് കേട്ട് നമ്മളെ ഈ ക്ലാസ് കേട്ട പലരും വിളിച്ച് ചോദിച്ചിരുന്നു, അതിന് കൊല്ലം നക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഖ്റ പറയുമ്പം കിതാബ് നോക്കി വായിക്ക്, ഖുർആനിൻ്റെ പതിപ്പ് കൊടുത്തായിരുന്നു പറഞ്ഞിരുന്നത് എന്നത് ഒരു നക്കലും കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കുള്ള വലിയ നക്കല് ശംസുരമായി തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ മുത്താലക ചെയ്യാത്തവരായതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നല്ല. നമ്മൾ ഏതോ 1-2 കിതാബൊക്കെ കാണാത്തോണ്ട് ഇല്ല എന്നർത്ഥമില്ല എന്ന് മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ അല്ലാഹുവിൻ്റെ തൗഫീഖ് പ്രകാരം താരീഖ് ഇബ്നു ഹിശാം, താരീഖുൽ ഖമീസ് ഇങ്ങനെയുള്ള കിതാബുകളെല്ലാം ഉയർങ്ങുന്ന രംഗം പറഞ്ഞുകൊടുത്ത് ജിബ്രീൽ വന്നിരുന്നത് ഒരു കിതാബുമായിട്ടാണ് എന്ന് പ്രത്യേകമായി കാണാം. ആ ഭാഗം ഞാൻ വായിക്കുന്നു. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ഹിറാ കമാ കാന യഖ്റുജു ലിജിവാരിഹി വമഅഹു അഹ്ലുഹു. ഹത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലും കാര്യങ്ങളൊക്കെ ഉള്ള നബിയാണ്. നബി തങ്ങൾ സാധാരണ പോകുന്ന മാതിരി ഓർ ഹിറയിലേക്ക് നബി തങ്ങൾ പോയി. ഹത്താ ഇദാ കാനത്തിൽ ലൈലത്തുൽ ലത്തി അക്രമഹുല്ലാഹു ഫിഹാ ബിറിസാലതി വറഹിമൽ ഇബാദ ബിഹാ ജാഹു ജിബ്രീൽ അലൈഹിസ്സലാം ബിഅംരില്ലാഹി തആല. ഇബ്നു മുഹമ്മദ് ബിൻ ഇസാഖ് ചരിത്രകാരനാണ്. ഇമാം ബുഖാരിയുടെ ഈ ബുഖാരിയിലെല്ലാം അവരുടെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരാണ്. ആ ഇബ്നു ഇസാഖിന്റെ നക്കലായിട്ടാണ് പറയുന്നത്. എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. റസൂലുള്ളാഹി പറയുന്നു, ഫജാഅനി ജിബ്രീലു വഅന നായിമുൻ. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു. പിന്നെ അമ്പിയാക്കളെ ഉറക്കും അതുപോലെ തന്നെ ഏതാണ്? വഹിയാണ്, സ്വപ്നവും വഹിയാണ്. ദീബാജ് പട്ടിനാലുള്ള ഒരു പ്രത്യേക ഒരു തുണി കഷ്ണം കൊണ്ടുവന്നു. ഫീഹിദി കിതാബുൻ, അതിലൊരു കിതാബുണ്ട്. ഇപ്പൊ പട്ടിൻ്റെ നല്ല ഒരു തുണിയിൽ, പഴയ കാലത്ത് ഖുർആനെല്ലാം പൊതിഞ്ഞു വെക്കുന്ന മാതിരി നല്ല പട്ടിൻ്റെ തുണിയിൽ, അതുപോലെയുള്ള നല്ല വിലമതിപ്പുള്ള നല്ല തുണിയിൽ പൊതിഞ്ഞിട്ട് കവറുണ്ടാക്കിയാലുള്ള മുസാഫ് പഴയ കാലത്ത് സൂക്ഷിക്കല്. അങ്ങനെയുള്ള പട്ടിനാലുള്ള ഒരു നല്ലൊരു തുണിയിൽ ഒരു കിതാബ് കൊണ്ടിട്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് വന്നത്.
ഫഖാല ഇഖ്റ. നബി അലൈഹി സ്വലാം പറഞ്ഞു ഇഖ്റ. ഖുൽതു മാ അഖ്റഉ, എനിക്ക് ഓതറിയില്ല. ഖാല ഫഗത്തനി ബിഹി ഹത്താ ളനന്തു അന്നഹുൽ മൗത്ത്. ജിബ്രീൽ അലൈഹി സ്വലാം ആ കിതാബും പിടിച്ച് എന്നൊരു നെക്കലിൽ നിന്ന് പിടിച്ചു കൂട്ടി. ഞാൻ വിചാരിച്ചു ഈ പിടിച്ചു കൂട്ടല് ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. സുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടു. ഫഖാല ഇഖ്റ, ഓത് എന്ന് പറഞ്ഞു, നോക്കി വായിക്ക്. ഖാല ഖുൽതു, ഞാൻ പറഞ്ഞു മാ അഖ്റഉ, എനിക്ക് വായിക്കാൻ അറിയില്ല. ഖാല ഫഗത്തനി ബിഹി ഹത്താ ളനന്തു അന്നഹുൽ മൗത്ത്. ആ ഏടുമായി എൻ്റെ നെഞ്ഞത്ത് ഒരു കൂട്ടിപ്പിടിച്ചു. ഏട് നെഞ്ഞത്ത് വെച്ച് ചേർത്തിയിട്ട് ഒരു കൂട്ടിപ്പിടിക്കൽ പിടിച്ചു. ഞാൻ വിചാരിച്ചു ഇതിലെ മരിച്ചു. അത്രയും വലിയ ആങ്ങിയുള്ള ശക്തിയുള്ള പിടുത്തമാണ് ആ പിടിച്ചത്. സുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടു. ഫഖാല ഇഖ്റ, മൂന്നാമതും പറഞ്ഞു ഇഖ്റ. ഖാല ഖുൽതു മാദാ അഖ്റഉ, ഞാൻ എന്താ ഓതണ്ടേന്ന് ചോദിച്ചു. എനിക്ക് ഓതാൻ അറിയില്ലല്ലോ, എന്തോതണം? മാതാ ശൈലി മറ്റേ മാ അഖ്റഉ, എനിക്ക് എഴുത്ത അറിയില്ല എന്നുള്ളത് വിട്ടു, ഓത്ത അറിയില്ല എന്നുള്ളത് വിട്ടു, വായിച്ചാൻ അറിയില്ല എന്നുള്ളത് വിട്ടു. മാതാ അഖ്റഉ, ഞാൻ എന്താ ഓതണ്ടി ചോദിച്ചു. കിതാബിനെ മടക്കി പിടിച്ചിക്കല്ലേ. മാതാ അഖ്റഉ, എന്താ ഓതണ്ടി ചോദിച്ചു. ഖാല ഫഗത്തനി ബിഹി ഹത്താ ളനന്തു അന്നഹുൽ മൗത്ത് സുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടു. മൂന്നാമത് വട്ടവും എന്നെ വിട്ടു. ആ പുസ്തകം, ആ കൊണ്ടുവന്ന കിതാബ്, പരിശുദ്ധ ഖുർആന്റെ കോപ്പി എൻ്റെ നെഞ്ഞോട് ചേർത്തി പിടിച്ച് ഒന്നെക്കി പിടിച്ചതിൻ്റെ ശേഷം എന്നെ വിട്ടു. ഫഖാല ഇഖ്റ, അപ്പോഴും പറഞ്ഞു ഇഖ്റ, നാലാമത്തെ പ്രാവശ്യം. ഖാല ഫഖുൽതു, ഞാൻ ചോദിച്ചു മാദാ അഖ്റഉ, ഞാൻ എന്താ ഓതേണ്ടത്? നബി തങ്ങൾ പറയാണ് മാ അഖൂലു ദാലിക ഇല്ലാ ഇഫ്തിദാഅൻ മിൻഹു അൻ യഊദ ലി ബിമിസ്ലി മാ സനബി. എന്നെ കൊണ്ട് ചെയ്ത മാതിരി ഇനിയൊരു കൂട്ടിപ്പിടിക്കലിലേക്ക് എനിക്ക് സാധ്യമല്ല. അതിന് മാത്രം ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. അത് വരാതിരിക്കാൻ ആയിക്കോട്ടെ, ഞാൻ വായിച്ചോളാം. എന്താ വായിക്കേണ്ടത് കാട്ടുകരീന്ന് അറിഞ്ഞു. എന്താ വായിക്കേണ്ടത് കാണിച്ചു തരീ. ജിബ്രീൽ തങ്ങൾ പറയാണ് എനിക്ക് വായന കിട്ടും, ഞാൻ വായിച്ചു തരാർ. ഫഖാല ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതാ ഓതേണ്ടത് എന്ന് പറഞ്ഞു, ഇതാ വായിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഖാല ഫഖറഅതുഹാ, ഞാനത് നോക്കി വായിച്ചു കൊടുത്തു. സുമ്മന്തഹ, അവിടെ വെച്ച് അവസാനിച്ചു. ഫൻസറഫ അന്നി, എന്നെ തൊട്ട് തിരിഞ്ഞു പോയി. ഹുബിബ്തു മിൻ നൗമി വഹബബ്തു മിൻ നൗമി, ഞാൻ എൻ്റെ ഉറക്കം തുറന്നു. ഫകഅന്നമാ കുതിബതു ഫീ ഖൽബി കിതാബാ, എൻ്റെ മനസ്സിൽ ഒരു കിതാബുള്ള മാതിരി അത് നോക്കി എനിക്ക് ഇങ്ങനെ ഓതാൻ പറ്റുന്ന രീതി ഞാനായി. താരീഖ് ഇബ്നു ഹിശാമിലുണ്ട്, താരീഖുൽ ഖമീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തായിട്ട്. അപ്പം ഞാൻ നോക്കി വായിച്ചിട്ടുണ്ട് അന്ന് തന്നെ. അതുവരെ ഇല്ലാത്ത അവസ്ഥ മാ അനബികാരിൻ മാ അഖ്റഉ, എനിക്ക് ഓത്തറിയില്ല എന്ന് പറയുന്നതിൽ നിന്ന് ഞാൻ മാതാ അഖ്റഉ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും എന്നിട്ട് നാ ഓതിക്കൊടുത്തോ അത് ഒരു വട്ടം ജിബ്രീൽ അലൈഹി സ്വലാം ഓതിക്കൊടുക്കുകയും അത് നോക്കി ഞാൻ ഓതുകയും പിന്നെ എൻ്റെ മനസ്സിൽ ആ കിതാബ് വരയപ്പെടുകയും ഞാനത് നോക്കി വായിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വ്യക്തമായ തെളിവുകൾ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുത്ത് അറിയും എന്നുള്ളതെനിക്ക് ബഹുമാനപ്പെട്ട മനാഹിലുൽ ഇർഫാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുൽ അലീം സുർഖാനിയുടെ ഒരു പ്രധാന കിതാബാണത്. 2 ജുസുണ്ട്. ഉലൂമുൽ ഖുർആനാണ് വിഷയം. അതിലൊരു ബാബന് ഇതാണ് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റഉ വ യക്തുബു എന്നുള്ളതാണ്. 1-ാമത്തെ ജുസ് 329-ാമത്തെ പേജ് മുതലാണ് തുടങ്ങുന്നത്. ഈ വിഷയം ആവശ്യമുള്ളവർ അത് നോക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുത്ത് അറിയും എന്ന് പറയലാണ് നബി തങ്ങൾക്ക് മതിപ്പുണ്ടാവാനുള്ള ഒരു മാർഗത്തിൽപ്പെട്ട ഒന്ന്, മതിപ്പുണ്ടാകുന്ന പലതിൽപ്പെട്ട ഒന്നാണത്. കാരണം എഴുത്ത് അറിയില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു രാത്രി മുഅ്ജിസത്തായും കൊണ്ട് എഴുത്ത് പഠിച്ചു എന്ന് പറയുന്നത്, എഴുത്ത് അറിഞ്ഞു എന്ന് പറയുന്നത് തന്നെ നബി തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ്.
അപ്പോൾ ബഹുമാനപ്പെട്ട ബുഖാരിയിൽ നമ്മൾ 3 ഹദീസുകൾ ഉടനെ കത്തവാ നബി എഴുതി ബഅസൻ നബിയു ബികിതാബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ എന്നുള്ള പ്രയോഗങ്ങൾക്കെല്ലാം നബി തന്നെയാണ് എഴുതുന്നത്. അതോടുകൂടി തങ്ങൾക്ക് റൈറ്റർമാർ ധാരാളം ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ ഓഫീസുകളിലും വലിയ വലിയ ആളുകൾക്ക് എഴുത്തുകാരുണ്ടാകും, അക്കൗണ്ടന്റുകൾ ഉണ്ടാകും, ഓരോന്നിനും ആളുകളുണ്ടാകും, വലിയ വലിയ ആളുകൾക്ക്. അതുകൊണ്ട് അവർക്കതൊന്നും അറിയില്ലാന്നോ കഴിയൂലാന്നോ എന്നല്ലല്ലോ അർത്ഥമുള്ളത്. എന്ന മാതിരി തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൂസൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി തങ്ങൾക്ക് ഇത് അറിയുമെന്ന് വെച്ചത് കൊണ്ട് യാതൊരു നഷ്ടവും ആർക്കുമില്ല. പിന്നെ തേവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നബി എഴുതി നബി എഴുതാൻ കൽപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വെക്കണ്. നബി എന്താണ് എഴുതി എന്താ വരാൻ പോകുന്നു? അപ്പോൾ നേരെ തന്നെ അങ്ങനെ തന്നെ അർത്ഥം വെക്കലാണ് നല്ലത്. ഇതാണ് മഹാന്മാരായ പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇമാം ബൂസൂരി പറഞ്ഞെന്താ, നസ്രാനികൾ പറഞ്ഞ മാതിരി ദൈവാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവത്തിൻ്റെ അവതാരാണെന്നോ ഇതൊന്നും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദായി വെച്ചും കൊണ്ട് ഒരു അബ്ദിനിക്ക് എന്തെല്ലാം പരിപൂർണത ഉണ്ടോ അത് മുഴുവനും നീ പറഞ്ഞോ, തെളിവ് നോക്കി നടക്കണ്ട. നബി തങ്ങൾക്ക് ഉണ്ട്. അത് അബൂ സുലൈമാൻ പറഞ്ഞത്. എവിടെ അതിന് തെളിവ്? എവിടെ അതിന് തെളിവ്? പരിപൂർണതയുടെ സിഫാത്തുകൾ നബി തങ്ങളിലേക്ക് ചേർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ വാദിക്കുന്ന റുബൂബിയത്തിനെ വാദിക്കുന്ന എന്തെങ്കിലും സിഫത്ത് കൊടുക്കണ്ട. ജൂതന്മാരെ പണിയാ, നസ്രാനികളെ പണിയാ. അതല്ലാതെ കമാലിൻ്റെ സിഫത്തുകൾ ഏതുണ്ടോ എല്ലാം നീ കൊടുത്തോ. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമീന. നബിൻ്റെ ദാത്തിലേക്ക് ഷറഫ് എന്തുണ്ടോ ചേർത്തിക്കോ, നോക്കണ്ട. വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാനങ്ങളിലേക്ക് അനക്ക് ഇഷ്ടമുള്ള അളമത്ത് ഏതുണ്ടോ ചേർത്തിക്കോ. തെളിവ് നോക്കണ്ട. ഒക്കെ നബി തങ്ങൾക്കുണ്ട്, എനിക്ക് പറയാൻ കിട്ടായേ ഉള്ളൂ. എന്നിട്ടാണ് മഹാനവർകൾ പറഞ്ഞത്, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം ഫഇന്ന ഫളല റസൂലല്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഗ്രിബ അൻഹു നാതികും ബിഫമി എന്നെല്ലാം പറഞ്ഞത് പിന്നെയാണ്. അപ്പം നബി തങ്ങളെ പറ്റി പറയാൻ നല്ലത് വരുന്നോർത്ത് അതങ്ങനല്ല ഇങ്ങനെയാണ് പറയുന്നത്, നബിക്കുള്ളത് തന്നെയാണ് വെച്ചു കൊടുക്കുക. അതാണ് ഷറഫ്. ഇപ്പം റസൂലുള്ളാഹി തങ്ങൾ എഴുതി എന്ന് പറയുമ്പം നബി എഴുതി തന്നെ. എന്താ എഴുതിച്ചു വരേണ്ട വർത്താനത്തിന് ആവശ്യമുണ്ട്? നബി തങ്ങൾക്ക് അത് അറിയാതിരിക്കണ്ടേ? അറിയാത്ത ആളല്ലല്ലോ, അറിയാലോ. മുഅ്ജിസത്ത് കൊണ്ട് അറിഞ്ഞു. അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് എഴുത്തും വായനയും പഠിച്ചില്ല. എത്ര നല്ല ന്യായമാണ്. ഇമാമിങ്ങൾ അത് വളരെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇമാമിങ്ങളിൽ തന്നെ പലരും നേരെ തിരിച്ച് പറഞ്ഞവരുമുണ്ട്. അവർ നമ്മൾ എതിർക്കാൻ പോകണ്ട, അവരെ നമ്മൾ കുറ്റം പറയാൻ പോകണ്ട. പക്ഷേ ആയത്തുകൾ ഹദീസുകൾ നേരെ അർത്ഥം വെച്ചവരെ കൂടലാണ് നബി തങ്ങളെ മദ്ഹിനിക്ക് ഏറ്റവും നല്ലത്. അവരെ കൂടാ.